അമ്മേൻ്റെ വീട്ടിലാ പോന്നെ. നമ്മുടെ വീട്ടിലേ അത് നമ്മളെ വീട്ടിലെ പോകാൻ പറ്റിയ ശരി. രസമുണ്ടോ? എന്താ ഒരു പക്ഷിയുണ്ടാ? പക്ഷിയുണ്ടാ? വെള്ളമുണ്ടാ? ചളിയിലോട്ട് നടക്കല്ലേ. ഇങ്ങ് മുകളിൽ കയറി, ഇതിൻ്റെ മുകളിൽ കയറി, ഇതിൻ്റെ മുകളിൽ കയറി. ബസ്സിലാ വന്നു പാപ്പ. അങ്ങനെ ഞങ്ങൾ ഊവാപ്പള്ളി എത്തി. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ടോ ഊവാപ്പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട്. കാരണം അച്ഛനും അമ്മയൊക്കെ വീട്ടിലോട്ട് വരുന്നത് കാരണം ഇങ്ങോട്ടേക്ക് വരാൻ അങ്ങനെ കൂട്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കട്ടിലൊപ്പാണ്. രാവിലെ തന്നെ സജീവേട്ടനും പൊന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. 7:30-ക്കും 8:30-ക്കും ഉള്ളിലായിരുന്നു മുഹൂർത്തം. അതുകൊണ്ട് തന്നെ രാവിലെ കണ്ണനെ എഴുന്നേൽപ്പിച്ചിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് പാലാഴിക്ക് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. പാലാഴിക്കാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. മുഴുവൻ കട്ടിലിയും ജനലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുദ്ദ ചിമ്മുദ്ര ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മമ്മയും മോളും കൂടെ കുറേ നേരം മുദ്ര പിടിച്ച് കളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാച്ചുമ്പുളി വറുക്കാൻ പോയി. ഇപ്പോഴാണെങ്കിൽ വീട് കാണാൻ നല്ല ഭംഗിയാട്ടോ. മുഴുവൻ കട്ടിലിയും ജനലൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയൊരു മഴ പെയ്താലും പെട്ടെന്ന് അവർക്ക് അങ്ങോട്ട് മാറിക്കിടക്കാലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ കാച്ചുമ്പുളിയൊക്കെ പെറുക്കി ഇനി അതൊക്കെ ഉണക്കണം കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.